ഭയങ്കര എക്സൈറ്റഡ് ആണ്. ഞങ്ങൾ ഓഫീസിൽ നിന്ന് ടീം ഔട്ടിങ്ങിന് പോവാണ്. ഞങ്ങളൊരു 35 ആൾക്കാരുണ്ട്. അപ്പോൾ എവിടെയാണ് പോകുന്നതെന്നുള്ളത് അവിടെ എത്തിയിട്ട് കാണിച്ചു തരാം. അപ്പോൾ ശേഷം ബാക്കി വിശേഷങ്ങളൊക്കെ അവിടെ വെച്ചിട്ട്. ബൈക്കർമാരുടെ ഒരു കൂട്ടമാണിത്. ഹായ്, ഹലോ, വെൽക്കം ടു മൈ യൂട്യൂബ് ചാനൽ. എല്ലാവർക്കും നമസ്കാരം. അപ്പോൾ ഞാനിപ്പോൾ നിൽക്കുന്നത് മറയൂരാണ്. ഞങ്ങൾ ഓഫീസിൽ നിന്ന് ടീം ഔട്ടിംഗ് ആയിട്ട് വന്നേക്കാണ്. ഞങ്ങൾ 36 പേരുണ്ട്. ഞങ്ങളൊരു വലിയൊരു ബസ്സിലാണ് വന്നേക്കുന്നത്. അപ്പോൾ പിന്നെ വൺസ് അഗൈൻ വെൽക്കം ടു ദിസ് വ്ലോഗ്. അങ്ങനെ ഞങ്ങളുടെ ട്രിപ്പ് സ്റ്റാർട്ട് ചെയ്യാണ്. ടെക്നോ പാർക്കിൻ്റെ അകത്തു നിന്നാണ് നമ്മൾ സ്റ്റാർട്ട് ചെയ്തത്. ഒരു 12:30 സമയമായി. സ്കൂളായാലും കോളേജായാലും ഇപ്പോൾ ഓഫീസ് ട്രിപ്പായാലും ബസ്സിൻ്റെ അകത്തെ കാഴ്ച എന്ന് പറയുന്നത് ഇതൊക്കെ തന്നെയായിരിക്കും. അപ്പോൾ കുറേ നേരം ഞങ്ങൾ പാട്ടൊക്കെ കേട്ട് ഡാൻസൊക്കെ കളിച്ച് പിന്നെ കുറേ കഴിഞ്ഞിട്ടാണ് പതുക്കെ എല്ലാവരും ഒന്ന് ഉറങ്ങി തുടങ്ങിയത് തന്നെ. അങ്ങനെ ഞങ്ങളുടെ സ്റ്റേ ചെയ്യുന്ന സ്ഥലത്തേക്ക് കയറുവാണ്. അപ്പോൾ നേരത്തെ വീഡിയോ മാറ്റി ഈ വീഡിയോ എടുക്കും. നേരത്തെ ഒരു കയറ്റം എടുത്തതായിരുന്നല്ലോ ഞാൻ. അപ്പോൾ സംഭവം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഞങ്ങൾ ആദ്യം സ്റ്റേക്ക് വേണ്ടി എടുത്ത സ്ഥലം ഞങ്ങൾക്ക് ആർക്കും അത്ര ഇഷ്ടപ്പെട്ടില്ലായിരുന്നു. അപ്പോൾ അവർ തന്നെ ഞങ്ങൾക്ക് വേറൊരു സ്റ്റേ അറേഞ്ച് ചെയ്ത് തന്നു. അത് നല്ലൊരു ഹോട്ടലായിരുന്നു. അത് അടുത്ത് തന്നെയായിരുന്നു, നടക്കേണ്ട ഒരു ഡിസ്റ്റൻസ് മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. അപ്പോൾ ഞങ്ങളെല്ലാവരും ഞങ്ങളുടെ ബാഗൊക്കെ എടുത്ത് ഞങ്ങളുടെ ആ പുതിയൊരു സ്റ്റേ ചെയ്യുന്ന ഹോട്ടലിലേക്ക് കയറിക്കൊണ്ടിരിക്കുക. എല്ലാവരും അത്യാവശ്യം നല്ല ടയേർഡാണ്. കാരണം തലേ ദിവസം ഷിഫ്റ്റ് കഴിഞ്ഞിട്ട് ഉറക്കമൊന്നും പ്രോപ്പറായിരുന്നല്ലോ. ബസ്സിൽ കുറച്ച് നേരമൊക്കെ ഉറങ്ങിയുള്ളൂ. പക്ഷെ എന്നാലും ഭയങ്കര എക്സൈറ്റഡ് ആയിരുന്നു. ആണ് ഞങ്ങൾ താമസിക്കുന്ന സ്ഥലം. അപ്പോൾ ഞങ്ങൾ ഇനി ഒരു ജീപ്പ് സഫാരിക്ക് പോവുകയാണ്. അപ്പോൾ അതാണ് ഞങ്ങളുടെ ജീപ്പുകളൊക്കെ റെഡി ആയിട്ടുണ്ട്. ജീപ്പ് സഫാരിയും ട്രക്കിങ്ങിനുമാണ് പോകുന്നത് ഇനി. ഇപ്പോൾ ബ്രേക്ക്ഫാസ്റ്റൊക്കെ കഴിച്ച് ഫ്രഷായിട്ട് ഞങ്ങളെല്ലാവരും ജീപ്പിൽ കയറി ഞങ്ങളുടെ ഫസ്റ്റ് ഡെസ്റ്റിനേഷനിൽ പോകാം. അപ്പോൾ നമ്മൾ ജീപ്പ് സഫാരി ഒരു ചെറിയൊരു കുട്ടി സഫാരി കഴിഞ്ഞപ്പോൾ ഇങ്ങനെ സ്ഥലത്തെത്തി. കുറേ ജീപ്പുകളുണ്ട് കേട്ടോ. ഇതെല്ലാം ഞങ്ങളുടെയല്ല, ഞങ്ങൾ 4 ജീപ്പിൽ മാത്രം വന്നത്. ബാക്കിയൊക്കെ വേറെ കുറേ ടൂറിസ്റ്റുകളുടെ ജീപ്പുകളാണ്. കുറേ ആൾക്കാരുണ്ട് ഇവിടെ. നമ്മളിപ്പോൾ പോകുന്നത് സ്ട്രോബെറി ഫാമിൻ്റെ അകത്തേക്കാണ്. മധുരവും പുളിയായിട്ട് നല്ല ടേസ്റ്റാണ്. ഇപ്പൊ സീസൺ അല്ല, നമ്മൾ മൊസംബിയൊക്കെ എല്ലാം വിൽക്കാൻ വെച്ചേക്കും. ഇപ്പൊ ഒന്നും വിളങ്ങിയിട്ടില്ല. ഇത് ആ ഫാമിൽ തന്നെ ഉണ്ടായ മൾബറിയാണ്. 100 രൂപ 100 ഗ്രാമിനായിരുന്നു. നഷ്ടമായിരുന്നു, പക്ഷെ എന്നാലും ഞങ്ങൾ കഴിച്ചു നോക്കി. നല്ലൊരു പുള്ളി ടേസ്റ്റാണ്, പക്ഷെ കൊള്ളായിരുന്നു. എങ്ങനെയുണ്ട്? ആ സ്ട്രോബെറി ഫാമിൽ നമുക്ക് കാണിച്ചു തരാൻ മാത്രം സംഭവം ഉണ്ടായിരുന്നില്ല. ഇങ്ങനെ അവിടെ ഇവിടെയും കുറച്ച് മരങ്ങളിൽ കുറച്ച് സാധനം, ആപ്പിൾ ഉണ്ടായിരുന്നു, പിന്നെ മുസമ്പി ഉണ്ടായിരുന്നു, സ്ട്രോബെറി കുറച്ച്. അപ്പോൾ അധികം കാണാനൊന്നും ഇല്ലായിരുന്നു. പിന്നെ അവിടെ നിന്ന് വന്നത് ബ്രഹ്മരം വ്യൂ പോയിന്റിലേക്കായിരുന്നു. അവിടെ ഇങ്ങനെ കുറച്ച് ഗാർഡനൊക്കെ ഉണ്ടായിരുന്നു, കുറേ ചെടികളൊക്കെ ഉണ്ടായിരുന്നു. പിന്നെ ഞാൻ ആക്ച്വലി ആ ബ്രഹ്മരം പോയിൻറ്റിൻ്റെ അങ്ങോട്ടേക്ക് ഞാൻ പോയില്ല. കാരണം ഞാൻ മുമ്പൊരിക്കൽ അവിടെ പോയത് കാരണം വീണ്ടും സെയിം സ്ഥലത്ത് വന്നപ്പോൾ എനിക്ക് അവിടെ വീണ്ടും പോകാൻ തോന്നിയില്ല. ഞാൻ വ്ളോഗ് എടുക്കുന്ന കാര്യം ഞാൻ മറന്നുപോയി. അപ്പോൾ അത് കാരണം ആ ഒരു പോയിൻറ്റിൻ്റെ അങ്ങോട്ട് കാണിച്ചു തരാം. സ്ട്രോബെറി ഫാമിൽ നിന്നൊക്കെ ഇറങ്ങി ബ്രഹ്മരം പോയിൻറ്റിൽ പോയി. ഇനി നമ്മൾ പോകുന്നത് ഒരു വാട്ടർഫോൾസിനങ്ങോട്ട്. വാട്ടർഫോൾ ഉണ്ടോ എന്നൊന്നും അറിയില്ല, പക്ഷെ എന്തായാലും ചെന്ന് നോക്കാം. ഭാഗ്യമുണ്ടെങ്കിൽ വെള്ളം ഉണ്ടാകും, ഇല്ലെങ്കിൽ നമ്മളവിടെ പോയി കണ്ടിട്ട് തിരിച്ചു വരും. എന്നാലും നല്ല വ്യൂ ആണ്.
ഈ വെള്ളച്ചാട്ടത്തിൻ്റെ പേര് അരുമ്പുള്ളി വാട്ടർഫാൾസ് എന്നാണ്. അപ്പോൾ ഇത് കുറച്ച് താഴത്തേക്ക് ഇങ്ങനെ ട്രക്കിംഗ് പോലെ ഇറങ്ങണം അത് കാണാനായിട്ട്. കണ്ടിട്ട് അധികം വെള്ളമൊന്നും ഇല്ലയെന്ന് തോന്നുന്നു, എന്നാലും നമുക്ക് പോയി നോക്കാം. ആ ദൂരെ കാണുന്നുണ്ടല്ലോ അതാണ് ഈ വെള്ളച്ചാട്ടം. അവിടെ ചെന്ന് കഴിഞ്ഞാൽ നമുക്ക് തലയൊക്കെ കഴുകാൻ മാത്രം അത്രയ്ക്കൊക്കെ വെള്ളമുണ്ട്. പക്ഷെ എന്നാലും അത്ര ഹെവി വാട്ടർ ഫ്ലോ ഒന്നും ആയിരുന്നില്ല. ഞാൻ താഴത്തേക്ക് ഇറങ്ങിയില്ല. എന്നെപ്പോലെ തന്നെ കണ്ടോ കുറച്ച് ആൾക്കാർ ഇവിടെ നിൽക്കുന്നുണ്ട്. കാരണം ആ താഴത്തേക്ക് ഇറങ്ങുന്നത് ചെളിയാണ്. അപ്പോൾ നമ്മൾ ആ ചെളി ചവിട്ടിക്കഴിഞ്ഞ് തിരിച്ച് ട്രക്ക് ചെയ്യുമ്പോൾ സ്ലിപ്പാവാനുള്ള ചാൻസ് കൂടുതലായത് കാരണം കുറച്ച് ആൾക്കാർ ഇറങ്ങിയില്ല. പകരം ഞങ്ങൾ തിരിച്ച് മുകളിൽ കയറി വന്നിട്ട് അവിടെ ചെറിയൊരു അരുവി പോലെ ഉണ്ടായിരുന്നു. അപ്പോൾ ഞങ്ങൾ അവിടെ കാലൊക്കെ ഇട്ട് കളിച്ചിരുന്നു. മറയൂർ ഏറ്റവും ഫേമസ് ശർക്കരയ്ക്കാണ്. ഇവിടെ നോക്കിക്കഴിഞ്ഞാൽ കുറേ സ്ഥലത്ത് നമ്മൾ പോകുന്ന വഴിക്കൊക്കെ ഇങ്ങനെ ശർക്കര ഫാക്ടറികളുണ്ടായിരുന്നു. അപ്പോൾ അങ്ങനത്തെ ഒരു ഫാക്ടറിയിലാണ് എത്തിയിട്ടുള്ളത്. അവിടെ ചെന്നപ്പോൾ അവിടുത്തെ ഒരു ചേട്ടൻ ഞങ്ങൾക്ക് ഈ ഫുൾ പ്രോസസ്സ് എക്സ്പ്ലെയിൻ ചെയ്തു തന്നു. അപ്പോൾ ഞാനത് വീഡിയോയിൽ എടുത്തിട്ടുണ്ട്. കേൾക്കാം. കരമ്പിൽ നമ്മൾ 600 ലിറ്റർ ജ്യൂസ് അടിക്കുക. കരമടിക്കുന്ന മെഷീൻ അവിടെ ഉണ്ട്. അവിടെ പോയാൽ കാണാം കരമടിക്കുന്നതും ആ ചായ എങ്ങോട്ടോ ഓടുന്നതൊക്കെ അവിടെ കാണാം. അപ്പോൾ 1 ടൺ കരമ്പിൽ 600 ലിറ്റർ ജ്യൂസ് അടിക്കുക. ആ ജ്യൂസ് അടിക്കുമ്പോൾ അതിൽ ഈ ഓസ് കാണുന്നുണ്ട്. അതിൽ ഈ വെസൽ വന്ന് ആ ഡ്രമ്മിലേക്ക് താഴെ വീഴും. താഴെ വീഴുന്ന ശേഷം 600 ലിറ്റർ ജ്യൂസ് ഈ വാൾവ് ഉണ്ടോ ആ ഡ്രമ്മിൽ, ആ വാൾവ് തുറക്കുമ്പോൾ ഈ സർവത്തിൽ വന്ന് വീഴും. സർവത്തിൽ വന്ന് വീഴുമ്പോൾ 600 ലിറ്റർ ജ്യൂസ് 500 ലിറ്ററായിട്ട് വറ്റിക്കുക. അപ്പോൾ കരമ്പടിക്കുന്ന ചണ്ടിയാണ് അത്. അതാണ് നമ്മൾ കരിമ്പ് ശർക്കര ഉണ്ടാക്കാൻ യൂസ് ചെയ്ത് കത്തിക്കാനായിട്ട് എടുക്കുന്ന കരിമ്പ് ചണ്ടി. അത് നമ്മൾ ചണ്ടി കത്തിക്കുമ്പോൾ 2.5 മണിക്കൂറിട്ട് കത്തിക്കണം. 2.5 മണിക്കൂറിട്ട് കത്തിക്കുമ്പോൾ നമുക്കൊരു 150 കിലോ ശർക്കര കിട്ടും. അപ്പോൾ ഇതിൽ 2.5 മണിക്കൂർ ഇത് രാവിലെ തൊട്ട് വൈകുന്നേരം വരെ തളിച്ചുകൊണ്ടിരിക്കും. എത്ര നമ്മൾ കൈ വെച്ചാലും ഈ സാധനം നമുക്ക് ചൂട് കിട്ടത്തില്ല. അങ്ങനൊരു കോസ്റ്റ്യൂമിൻ്റെ ഈ സാധനം അത്. അപ്പോൾ അത് വന്ന് മാവും നടികൊണ്ട് ഉണ്ടാക്കുന്നത് അത്. അപ്പോൾ അത് നമ്മൾ 2.5 മണിക്കൂർ തളിക്കുമ്പോൾ വാൽവല്ലേ, ആ വാൽവ് തുറന്നു വിടുമ്പോൾ അതിലേക്ക് കുളമ്പ് പോലെ പോകും. അപ്പോൾ നമ്മൾ ലൈറ്റായിട്ട് ഒരു 1/2 മണിക്കൂർ ഇളക്കി കൊടുക്കുമ്പോൾ നമ്മളെ കയ്യിൽ പിടിക്കുന്ന പരുവത്തിൽ കിട്ടും. അപ്പോൾ ലൈറ്റായിട്ട് വെള്ളം കൊണ്ട് പിടിച്ച് ചൂടായിട്ട് തന്നെ പിടിച്ചെടുക്കും. അപ്പോൾ നമ്മൾ ഉണ്ടയായിട്ട് എടുക്കാം. നമുക്ക് ഉണ്ടയായിട്ട് വേണമെങ്കിൽ പൗഡറായിട്ട് വേണമെങ്കിൽ നമ്മൾ ഇളക്കി കൊടുത്താൽ ഇതുപോലെ പൗഡറായിട്ട് കിട്ടും. അങ്ങനെ ശർക്കര ഫാക്ടറിയിൽ നിന്ന് പിന്നെ ഞങ്ങൾ പോയത് ഒരു ഓഫ് റോഡ് ജീപ്പ് സഫാരിക്കായിരുന്നു. അത് ഭയങ്കര ഇൻട്രസ്റ്റിംഗ് ആയിരുന്നു. ഈ ജീപ്പ് ഓടിക്കുന്നവരുണ്ടല്ലോ അവരെ സമ്മതിക്കണം. കാരണം അവരുടെ കൺട്രോൾ എന്ന് പറഞ്ഞാൽ അത്ര അടിപൊളിയായിരുന്നു. കാണുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവില്ലായിരിക്കും, പക്ഷേ ആ ജീപ്പിലിരിക്കുമ്പോൾ എല്ലാവരും മറ്റേ അലറിക്കൊണ്ടായിരുന്നു ഇരുന്നത്. അത്ര ഒരു സാഹസികമായൊരു റൈഡായിരുന്നു അത്. പക്ഷെ ഞങ്ങൾ ശരിക്കും എൻജോയ് ചെയ്തു. അങ്ങനെ ഒരു അടിപൊളി ഓഫ് റോഡ് റൈഡിന് ശേഷം ഞങ്ങളിതാ ഈ ഒരു മലയുടെ മുകളിലേക്ക് എത്തി. നല്ല വ്യൂ ആണ് ഇവിടെ. എങ്ങനെ ഉണ്ടായിരുന്നു റൈഡ്? അടിപൊളി റൈഡായിരുന്നു, അടിപൊളി ട്രക്കിംഗ് ആയിരുന്നു, സൂപ്പർ ആയിരുന്നു. എല്ലാവരും മറ്റേ റൈഡിന്റെ വിശേഷങ്ങൾ പറഞ്ഞുകൊണ്ടൊക്കെ എല്ലാവരും ഭയങ്കര എക്സൈറ്റഡ് ആയിരുന്നു. കാരണം അത്ര ഒരു സൂപ്പർ റൈഡായിരുന്നു. അവിടെ ചേട്ടന്മാർ, ഞങ്ങളുടെ ടീമിലെ ചേട്ടന്മാർ ഓൾറെഡി അവിടെ ഇരുന്ന് സെറ്റായി. നല്ല വ്യൂ, നല്ല അടിപൊളി വ്യൂ ആണ്. നല്ല കാറ്റുമുണ്ട്. വെയിലൊക്കെ മാറി, കണ്ടോ? വെയിൽ മാറി നല്ല മഴക്കാറ് വന്നിരിക്കുക ഇപ്പോൾ. അപ്പോൾ എല്ലാവരും ഇങ്ങനെ കാറ്റിക്കൊണ്ട് റെസ്റ്റ് ചെയ്യുവാണ്. നല്ല സൂപ്പർ ഒരു എന്താ പറയുക മാറ്റ് ഡ്രൈവായിരുന്നു.
ജീപ്പ് സഫാരി. ചെറിയൊരു സൗണ്ട് പ്രോബ്ലം തുടങ്ങി, കാറ്റ് കൊണ്ടതിൻ്റെ. പക്ഷെ അതല്ലെങ്കിൽ അടിപൊളി. കണ്ടോ, ഇത് ഫുൾ ജീപ്പുകളാണ്. ഞങ്ങളുടെ 5 ജീപ്പുകളുള്ളത്. ബാക്കിയൊക്കെ വേറെ കുറേ ടൂറിസ്റ്റുകളുടെ ജീപ്പുകളും. കുറേ എല്ലാവരും ഇരുന്ന് കാഴ്ചയൊക്കെ കണ്ട് ആസ്വദിച്ച് റിലാക്സ് ചെയ്യും. കുറേ പേര് അവിടെ. റൈഡൊക്കെ കഴിഞ്ഞ് ഞങ്ങളിപ്പോൾ ഞങ്ങളുടെ താമസിക്കുന്ന സ്ഥലത്തേക്ക് പോവാണ്, ഒന്ന് റെസ്റ്റ് ചെയ്ത് ഫ്രഷൊക്കെ ആവാനായിട്ട്. അത് കഴിഞ്ഞ് ഇനി രാത്രി ക്യാമ്പ് ഫയർ ഉണ്ട്, പിന്നെ ഡിന്നറും. അത്രമാത്രം ഇന്നത്തെ പരിപാടി. അപ്പോൾ നമ്മൾ രാത്രി പൂളിലേക്ക് ഇറങ്ങാൻ വേണ്ടി വന്നിരിക്കുകയാണ്. അതാണ് ഞങ്ങളുടെ പൂൾ. ഇപ്പോൾ സമയം 7:30 ആവാറായി. പക്ഷെ എന്നാലും നമ്മൾ പൂൾ മോഹിച്ച് വന്നതുകൊണ്ട് എല്ലാവരും പൂളിലിറങ്ങണം എന്ന തീരുമാനത്തോടു കൂടി തന്നെയാണ്. ഇവിടെ ഞങ്ങൾ ഈ നനഞ്ഞ കോഴീനെ പോലെ ഇരിക്കുന്നത് കണ്ടോ, അത് ഞങ്ങൾ പൂളിൽ നിന്ന് ഇറങ്ങിയിട്ടുള്ള വരവാണ്. സോ ഞങ്ങൾ വൈകിട്ട് ചായ ഒന്നും കുടിച്ചില്ലെന്നല്ലോ. നല്ല തണുപ്പുണ്ടായിരുന്നു പൂളിലെ വെള്ളത്തിനൊക്കെ. അപ്പോൾ ഞങ്ങളൊരു ചായ കുടിക്കാനായിട്ട് തൊട്ടടുത്തുള്ളൊരു ചായക്കടയിൽ വന്നാണ്. ബാക്കിൽ കാണുന്ന ലൈറ്റ് ഞങ്ങളുടെ ക്യാമ്പ് ഫയറും DJ ഒക്കെ സ്റ്റാർട്ട് ചെയ്തു. അപ്പോൾ അതിൻ്റെയാണ് ആ വെളിച്ചമൊക്കെ കാണുന്നത്. ക്യാമ്പ് ഫയറും DJ ഒക്കെ കഴിഞ്ഞ് ഞങ്ങൾ ഫുഡ് കഴിക്കാനെത്തി, ഡിന്നർ. സോ ഞങ്ങൾ ആദ്യം വന്ന സ്ഥലത്ത് താഴെ, ഹോട്ടലിൻ്റെ താഴെ ഒരു മെസ്സ് ഉണ്ട്. അപ്പോൾ അവിടെ നിന്നായിരുന്നു ഞങ്ങൾക്ക് ഫുഡ് അറേഞ്ച് ചെയ്തത്. ബിരിയാണി ഉണ്ടായിരുന്നു, ചപ്പാത്തി ഉണ്ടായിരുന്നു, പൊറോട്ട ഉണ്ടായിരുന്നു. നല്ല അടിപൊളി ഫുഡായിരുന്നു. പിന്നെ എല്ലാവർക്കും നല്ല വിശപ്പും കൂടിയുള്ള കാരണം നന്നായി കഴിച്ചു. ഇപ്പോൾ ഞങ്ങൾ ടെറസിൽ വന്നേക്കാണ് എല്ലാവരും. ഈ റിസോർട്ടിൻ്റെ മുകളിൽ ടെറസ് ഉണ്ട്, ഭയങ്കര വലുതാണ് കണ്ടോ. സോ ആക്ച്വലി അനുസ്മിതയുടെ ബർത്ത്ഡേ ആണ്. അപ്പോൾ പുള്ളിക്കാരിക്ക് ഒരു സർപ്രൈസ് കേക്ക് കട്ടിങ് ഒക്കെ ഉണ്ട്. പുള്ളിക്കാരിക്ക് അറിയില്ല. അപ്പോൾ അതാണ് എല്ലാവരും ഇവിടെ വന്നേക്കുന്നത്. പക്ഷെ ലൈറ്റ് ഇല്ലാത്ത കാരണം ഒന്നും കാണിക്കാൻ പറ്റില്ല. ഹാപ്പി ബർത്ത്ഡേ അനുസ്മിത, ഹാപ്പി ബർത്ത്ഡേ ടു യു. ഇവിടെ ഇരുട്ടോ. കഴിക്കാൻ വേണ്ടി പോവാണ്. എല്ലാവരും രാവിലെ എഴുന്നേറ്റ് റെഡിയായി. ഇനി ലാസ്റ്റ് ഡേ ഞങ്ങൾ തിരിച്ചു പോവാണ്. അപ്പോൾ അതിന് മുന്നേ ഞങ്ങൾ ഫുഡ് കഴിക്കാൻ വേണ്ടി പോവാണ്. മറയൂർ നല്ല ചൂടും വെയിലായിരുന്നു. പക്ഷെ ഇതിപ്പോൾ മൂന്നാർ എത്തിയിട്ടില്ല, മൂന്നാർ എത്താറാവുന്നതേ ഉള്ളൂ. അപ്പോഴേക്കും നല്ല തണുപ്പും കോടമഞ്ഞുമായിരുന്നു. ഇതിപ്പോൾ സമയം എന്ന് പറഞ്ഞാൽ ഉച്ചയ്ക്ക് 1:30 ആയിരുന്നു കറക്റ്റ് ടൈം പറഞ്ഞു കഴിഞ്ഞാൽ. പക്ഷേ ഞങ്ങൾ ഞെട്ടിപ്പോയി. ഇത്രയും ഒരു കോടമഞ്ഞും തണുപ്പും ഈ ഒരു സമയത്ത് നമ്മൾ ആരും പ്രതീക്ഷിച്ചില്ല. അതൊരു ഭയങ്കര ഒരു സന്തോഷമായിരുന്നു. ഈ സമയത്ത് മൂന്നാറൊക്കെ പോകുന്നവർ ട്രാഫിക് ഒന്ന് ശ്രദ്ധിക്കണം. കാരണം ഭയങ്കര ട്രാഫിക്കാണ്, ഭയങ്കര തിരക്കാണ് മൂന്നാർ സിറ്റി. കൊടൈക്കനാലിലൊക്കെ ഉള്ള അതേപോലെ. ഇതാണ് മാട്ടുപ്പെട്ടി ഡാം. ഇത് 1953 പണിതൊരു ഡാമാണ്. 5 വർഷം കൊണ്ട് പണിതതാണ്. ഞങ്ങളിവിടെ പക്ഷെ നിർത്തിയില്ല. കാരണം ഞങ്ങളുടെ ബസ് ഇവിടെ നിർത്തിക്കഴിഞ്ഞാൽ ബ്ലോക്ക് കൂടും, അത്ര ബ്ലോക്കായിരുന്നു. അപ്പോൾ ഞങ്ങളിവിടെ നിർത്താതെ ഈ ഡാമിൻ്റെ മുകളിൽ കൂടെയായിരുന്നു ഞങ്ങൾ പോയത്. നമ്മൾ ഫുഡ് കഴിക്കാൻ വേണ്ടിയിട്ട് ഒരു സ്പോട്ടിൽ ഇറക്കിയത്. ഇപ്പോൾ സമയം പക്ഷെ 4:30 ഇപ്പോഴാണ് നമ്മൾ ലഞ്ച് കഴിക്കുന്നത്. നല്ലൊരു ലൊക്കേഷൻ കിട്ടിയപ്പോൾ ഇവിടെ നിർത്തിയതാണ്. ഇതൊക്കെ വേറെ ആൾക്കാരുണ്ട്. ഇവിടെ ഒരു കുറേ സ്ഥലങ്ങളുണ്ട്. കുറേ ടൂറിസ്റ്റുകൾ വന്നിട്ടുണ്ട്. അപ്പോൾ വേറെ ആരൊക്കെയോ ഉണ്ട്. സോ ഇതാണ് ഞങ്ങളുടെ ലഞ്ച്. ചിക്കൻ ബിരിയാണി വെച്ചിരിക്കുന്നതുകൊണ്ടാണെന്നല്ല, നല്ല മണമുണ്ട്, നല്ല ടേസ്റ്റും ഉണ്ട് കേട്ടോ. ആക്ച്വലി എല്ലാവരും കഴിച്ചുകൊണ്ടിരിക്കുന്നു. നല്ല വിശപ്പുണ്ടോ? നല്ല
ചിക്കൻ ബിരിയാണി മാത്രമായിരുന്നില്ല, ഊണും ഉണ്ടായിരുന്നു. അപ്പോൾ കുറച്ച് ആൾക്കാർ അതാണ് കഴിച്ചത്. വിശപ്പിൻ്റെ ആണോന്ന് അറിയില്ല, പക്ഷെ നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു. അത് കഴിഞ്ഞ് ഞങ്ങൾ അവിടെ ഒരു ഐസ്ക്രീം കട കണ്ടു. അപ്പോൾ ഞങ്ങൾ അവിടെ നിന്ന് ഐസ്ക്രീം കഴിച്ചു. ഈ തണുപ്പത്ത് ഐസ്ക്രീം കഴിക്കുന്നതിനൊരു പ്രത്യേക സുഖം തന്നെയായിരുന്നു. അപ്പോൾ ഫുഡൊക്കെ കഴിഞ്ഞ് ഞങ്ങളിപ്പോൾ താഴത്തേക്ക് ഇറങ്ങുന്നത് എക്കോ പോയിൻറ്റിൻ്റെ അങ്ങോട്ടേക്കാണ്. അപ്പോൾ ഇവിടെ നിറച്ച് കുറേ ആൾക്കാരുണ്ടായിരുന്നു കേട്ടോ. കോളേജ് പിള്ളേരും സ്കൂൾ പിള്ളേരൊക്കെ ഉണ്ടായിരുന്നു. പക്ഷേ വലിയ തിരക്കൊന്നും ഇല്ലാതെ ഞങ്ങൾക്ക് ഫ്രീ ആയിട്ടിങ്ങനെ നടക്കാനും പറ്റി. വെയിലൊക്കെ ഉണ്ടായിരുന്നു, പക്ഷെ ചെറിയൊരു തണുപ്പ്, നല്ലൊരു ക്ലൈമറ്റ് ആയിരുന്നു ആ സമയത്ത്. നല്ല സീനറി. അവിടെ താഴെ നോക്കി കുറേ ആൾക്കാർ മീൻ പിടിക്കുന്നത് കാണാം. കുറേ ആൾക്കാർ അവിടെ മീൻ പിടിക്കുന്നുണ്ട്. നല്ല വ്യൂ. ഇപ്പോഴത്തെ ക്ലൈമറ്റ് എന്ന് വെച്ച് കഴിഞ്ഞാൽ ചെറിയ വെയിലുണ്ട്, പക്ഷെ ചൂടില്ല, നല്ല തണുപ്പുണ്ട്, മഴയില്ല. കുറച്ച് നേരം മുന്നേ മഴ പെയ്ത് നിന്നതേ ഉള്ളൂ. കൊള്ളാം കാലാവസ്ഥ. അപ്പൊ നമ്മളിപ്പോ ഇനി പോവാൻ പോകുന്നത് കുണ്ടല ഡാമിന്റെ അങ്ങോട്ടേക്കാണ്. ഇതാണ് കുണ്ടല ഡാം. ഈ ഡാമിൻ്റെ വേറൊരു പേര് സേതു പാർവതിപുരം ഡാം എന്നാണ്. ഇത് മുതിരപ്പുഴ റിവറിൽ കൂടെയാണ് ഈ ഡാം പണിതേക്കുന്നത്. ഈ ഡാമിൻ്റെ വേറൊരു പ്രത്യേകത, ഇത് ഏഷ്യയിലെ ഏറ്റവും ആദ്യത്തെ ആർച്ച് ഡാമാണിത്. മൂന്നാറിലാണിതുള്ളത്. ഇടുക്കി ഡിസ്ട്രിക്റ്റിൽ വരുന്ന ഒരു ഡാമാണിത്. അവിടുത്തെ കടകളൊക്കെ കണ്ട് നടന്നപ്പോഴാണ് ഞാൻ ഈ ഒരു കുതിരേനെ കണ്ടത്. എനിക്ക് പെട്ടെന്നൊരു മൃഗസ്നേഹം വന്നു. ഞാനങ്ങനെ ആ കുതിരേനെ ചെന്നിങ്ങനെ തൊട്ടിങ്ങനെ പെറ്റ് ചെയ്തുകൊണ്ടിരിക്കുകയായിരുന്നേ. അപ്പോഴുണ്ട് അതിൻ്റെ തൊട്ടപ്പുറത്ത് നിൽക്കുന്ന കുതിരയ്ക്ക് കുശുമ്പായിട്ട് എന്നെയും എന്ന് പറയുന്ന പോലെ അതും അടുത്തേക്ക് വന്നത്. അങ്ങനെ ഞാൻ ആ 2 കുതിരേനൊക്കെ കളിപ്പിച്ച് നിന്നു. അപ്പോഴേക്ക് അതിൻ്റെ ഓണറിന് ഇഷ്ടപ്പെട്ടില്ല. അപ്പോൾ ഓണർ വന്ന് അതിനെ പറഞ്ഞ് ഓടിപ്പിച്ചു. എന്നെ ഓടിപ്പിച്ചു എന്ന് പറയുന്നതായിരിക്കും സത്യം. ഡാമിൻ്റെ പാലത്തിൽ കൂടെ ഇങ്ങനെ നടന്നുകൊണ്ടിരിക്കുകയാണ്. ഞങ്ങളുടെ കൂടെയുള്ള ആൾക്കാരൊന്നും കാണാനില്ല. എല്ലാവരും നടന്ന് ആ കാട് കണ്ടോ, കാടിൻ്റെ അങ്ങോട്ടേക്ക് പോയി. അപ്പോൾ ഞങ്ങളിങ്ങനെ ഇവിടെ ചെറിയ ഷോപ്പിംഗ് ഒക്കെ ചെയ്തിട്ട് ഇപ്പോൾ ഇങ്ങനെ നടക്കാം. ആക്ച്വലി നല്ല രസം നടക്കാൻ. പാലത്തിൽ ആരുമില്ല, നല്ല ക്ലൈമറ്റും ഉണ്ടോ, ആരുമില്ല. ഇങ്ങനെ ഫ്രീ ആയിട്ട് ഇങ്ങനെ നടക്കാം, നല്ല രസം. ദൂരെ അവിടെ നിന്ന് ഞങ്ങളുടെ കൂടെയുള്ള കുറച്ച് ആൾക്കാരിങ്ങനെ നടന്നു വരുന്നുണ്ട്. ആ ഡാമിൻ്റെ പാലം ഒരു സൈഡിൽ നിന്ന് അപ്പുറത്തെ സൈഡിൽ പോയി തിരിച്ചെത്തിയപ്പോഴേക്കും ഇരുട്ടായി. അപ്പോഴേക്കും ഞങ്ങളെല്ലാവരും കുറച്ച് തളർന്നു. അപ്പോൾ ഒരു ചായയൊക്കെ കുടിക്കാനായിട്ട് സൈഡിലത്തെ കടയിലേക്കൊക്കെ എല്ലാവരും കയറി. അപ്പോൾ ഞങ്ങളൊരു ബ്രേക്ക് എടുക്കുകയാണ്. എല്ലാവരും ഇവിടെ ചായ വെള്ളമൊക്കെ കുടിച്ച്
അപ്പോൾ കുറച്ച് റെസ്റ്റാണ്. ഞങ്ങളുടെ കൂടെ ഉണ്ടായിരുന്ന കുറേ പേര് എത്തിയിട്ടില്ല, കാണാനില്ല. അപ്പോൾ അവരെല്ലാവരും വരുന്നത് വരെ ഞങ്ങൾ റെസ്റ്റ്. അങ്ങനെ ഞങ്ങൾ ഇവിടെ വൈകുന്നേരം വന്നിട്ട് ഇപ്പോൾ ദാ രാത്രി ആയി, ഇരുട്ടായി. വന്ന സമയത്ത് നല്ല വ്യൂ ആയിരുന്നു, പക്ഷെ ഇപ്പം നല്ല ഇരുട്ടായി. ഇനി ഞങ്ങളുടെ ബസ്സിൻ്റെ അങ്ങോട്ടേക്ക് നടക്കണം. ബാക്കി എല്ലാവരും കുറച്ച് അത്യാവശ്യം ഷോപ്പിംഗ് ഒക്കെ ചെയ്തിട്ടുണ്ട്. ഞാൻ ആ കൂടെ ഒരു തൊപ്പി മാത്രമേ വാങ്ങിച്ചുള്ളൂ, പിന്നെ ഒരു കുപ്പി വെള്ളം, വേറെ ഒന്നും വാങ്ങിച്ചു. പെട്ടെന്ന് ഇരുട്ടാവുന്നു ഇവിടെ. എത്ര മണിയായി? 7 മണി കേട്ടോ, 7 മണി ആയുള്ളൂ. അപ്പോഴേക്കും അത്യാവശ്യം നല്ല. ഞങ്ങളൊരു പെട്രോൾ പമ്പിൽ ബസ് നിർത്തിയിട്ടേക്കായിരുന്നു. അപ്പോഴാണ് ഇങ്ങനെ ഒരു കാഴ്ച കണ്ടത്. ശരിക്കും ഒരു സർപ്രൈസിങ് എന്താ പറയുക, ഒരു ഷോ ആയിരുന്നു. കുറേ ബൈക്കർമാർ, അവരുടെ ഒരു പെർഫോമൻസ് ആയിരുന്നു, ഒരു റാലിയോ എന്താ സംഭവം സത്യം പറഞ്ഞാൽ ഞങ്ങൾക്ക് മനസ്സിലായില്ല. പക്ഷേ ഞങ്ങളൊക്കെ അത് കണ്ടു നിന്നു. അവർക്കും ഇത്രയും ഓഡിയൻസിന് കിട്ടിയതൊരു സന്തോഷമായിരുന്നു. ഗൈസ്, നമുക്ക് ഫ്രീ ആയിട്ടൊരു ബൈക്ക് റൈഡേഴ്സിന്റെ ഒരു ഷോ ആണ് കാണാൻ പറ്റുന്നത്. ഫ്രീ ആയിട്ട് ബൈക്ക് റൈഡേഴ്സിൻ്റെ ഒരു റാലി പെർഫോമൻസ് ഒക്കെ കണ്ട് അതിനുശേഷം ഞങ്ങളിതാ മൂന്നാറിനോട് ബൈ ബൈ പറഞ്ഞ് തിരിച്ചു പോയിക്കൊണ്ടിരിക്കുകയാണ്. ഇത് മൂന്നാർ സിറ്റിയാണിത്, നൈറ്റ് വ്യൂ ആണ് മൂന്നാർ സിറ്റിയുടെ ഒരു നൈറ്റ് വ്യൂ. അപ്പം ഇനി നെക്സ്റ്റ് സ്റ്റോപ്പ് എന്ന് പറയുന്നത് അടിമാലിയിലാണ്. ഇനി അപ്പോൾ നമ്മൾ ഡിന്നർ കഴിക്കാനായിട്ട് ഇവിടെ സഫായ റെസ്റ്റോറൻറ്റ് പറഞ്ഞത് അടിമാലിയിലത്തെ ഒരു ഹോട്ടലാണ്. അവിടെ എത്തി ഓരോരുത്തരെ ഇറങ്ങിക്കൊണ്ടിരിക്കുന്നു. എൻ്റെ സൗണ്ടൊക്കെ പോയി. ഫുഡൊക്കെ കഴിച്ചതിന് ശേഷം ഞങ്ങൾ എഗെയിൻ സ്ട്രെയിറ്റ് ബാക്ക് ടു ടെക്നോ പാർക്ക്. അവിടെ എത്തിയിട്ടാണ് പിന്നെ എല്ലാവരും തിരിച്ച് വീട്ടിലേക്ക് പോകുന്നത്. അപ്പോൾ നെക്സ്റ്റ് ഡേ രാവിലെ ഏർലി മോർണിംഗ് ആയിരിക്കും ഞങ്ങൾ എത്തുക. അങ്ങനെ കുറേ നല്ല ഓർമ്മകളും കുറേ നല്ല മൊമെൻറ്റ്സൊക്കെ ആയിട്ട് ഞങ്ങളുടെ ഈ ഒരു ട്രിപ്പ് അവസാനിച്ച് ഞങ്ങൾ തിരിച്ചു പോയിക്കൊണ്ടിരിക്കുകയാണ്.